വാർത്തയിലേക്ക് വിശദമായി. നിലമ്പൂരിൽ പോളിംഗ് അവസാനിച്ചു. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ജനത വിധി എഴുതിയിരിക്കുകയാണ്. നിലമ്പൂരിൽ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും ക്യൂവിലുള്ളവരെ വോട്ട് ചെയ്യാൻ ഇനി അനുവദിക്കും. 5 മണിവരെ 70.76% പോളിംഗ്. നിലമ്പൂർ നഗരസഭാ പരിധിയിലും ചുങ്കത്തറ, കരുളായി പഞ്ചായത്തുകളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. പിണറായി വിജയൻ ഗവൺമെന്റ് ഭരണകൂടത്തിന്റെ ചെയ്തികൾ 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുന്നത്. ഇത് രണ്ടുമാണ് നിലമ്പൂർ ചർച്ചാ വിഷയമായത്. ജനങ്ങൾ പ്രതികരിക്കുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം അതുപോലെ വലിയ ചർച്ചയായിട്ട് കരുതുന്നുണ്ടോ? കാരണം ഇന്ന് രാവിലെയും പാലക്കാട് വേണ്ട, നിലമ്പൂര് തന്നെ ഈ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ എത്ര പേരെ ആന ചവിട്ടിക്കൊന്നത്. ദിവസവും പുലിയും കടുവയും വലിയ പൂച്ച വരുന്ന പോലെയാണ് ഇപ്പോൾ പുലിയും കടുവയും വരുന്നത്. പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പട്ടണത്തിലെ മാർക്കറ്റിലേക്ക്, നഗരത്തിലെ മാർക്കറ്റിലേക്ക് ആന വരുവാണ്. എന്താ ഇതിനൊരു പരിഹാരം വേണ്ടേ? ഗ്രാമത്തിലെ ആളുകൾ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദം പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല. സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലം എന്നത് സൂചിപ്പിക്കുന്നു. വനം വന്യജീവി പ്രശ്നം ഇപ്പോഴും ഉയർത്തുന്നു UDF സ്ഥാനാർത്ഥി എന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാവിലെ വലിയ പ്രതീക്ഷ ആര്യാടൻ ഷൗക്കത്ത് പ്രകടിപ്പിച്ചിരുന്നു. അതിനിടയിലൊക്കെ ബൂത്ത് സന്ദർശനത്തിനിടയിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെയും വലിയ വിജയപ്രതീക്ഷയാണ്. നേരത്തെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലേതുപോലെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നതാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. PV അൻവറിനെ ദൃശ്യങ്ങളിൽ കാണാം. PV അൻവർ 75,000-ലധികം വോട്ട് എന്ന ഒരു പ്രതീക്ഷയിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് ദിവസം എത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴും വലിയ പ്രതീക്ഷ അൻവറിനെ സംബന്ധിച്ചുണ്ട്. ഇനി അല്പം യാഥാർത്ഥ്യത്തോടുകൂടി സ്ഥാനാർത്ഥികളായാലും മുന്നണി നേതാക്കളായാലും മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയമാണ്. കാരണം പോളിംഗ് അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താകും ഇനിയുള്ള പ്രതികരണങ്ങൾ എന്നത് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ അൻവർ മാധ്യമങ്ങളെ കാണുന്നില്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ക്യൂവിലുള്ളവരെ ഇനി വോട്ട് ചെയ്യാൻ അൻവറിന്റെ കൂടെ അനുമോദാണുള്ളത്. അനുമോദ്, എന്താണ് അൻവറിന്റെ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷമുള്ള പ്രതീക്ഷ? എന്തെങ്കിലും പറഞ്ഞോ? രേണുക, അൻവർ അടുത്ത സ്ഥലത്ത് ചുങ്കത്തറയിൽ നിന്നും മാധ്യമങ്ങളെ കാണാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടേക്ക് ഇപ്പോൾ അൻവർ യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് പോളിംഗ് ശതമാനങ്ങളുടെ എല്ലാം കണക്ക് നോക്കി പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പിന്തുടരുകയാണ് രേണുക. ശരി, എന്തായാലും അൻവർ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നതാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച വ്യക്തി PV അൻവറിന്റെ പ്രതികരണം ഉടൻ തന്നെ ലഭ്യമാകും. എന്തായാലും പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. 6 മണിവരെ 70%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ക്യൂവിലുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. അപ്പോൾ ഒരു മോശമില്ലാത്ത നിലയിലേക്ക് പോളിംഗ് ശതമാനം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 75 വരെ എത്തുമെന്ന സൂചനകൾ ഉണ്ട്. ഒരുപക്ഷെ അത്രയും എത്തിയില്ല എങ്കിൽ പോലും ഭേദപ്പെട്ട പോളിംഗ് തന്നെ അവിടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറയുമോ എന്നൊരു ആശങ്ക മുന്നണികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതായിരിക്കുന്നു. രാവിലെയൊക്കെ കനത്ത മഴയായിരുന്നു. അതിനെ അവഗണിച്ചും ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി. എന്തായാലും വലിയ നീണ്ട ക്യൂ എന്നും മുഴുവൻ സമയവും ഒന്നും ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആളുകൾ അവരുടെ അവകാശം വിനിയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. 70% മുകളിൽ എത്തിയിരിക്കുന്നു പോളിംഗ്. VV അരുൺ ഇപ്പോൾ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, പ്രതീക്ഷിച്ച പോലെ വലിയ ഇടിവുണ്ടായില്ല. നിലമ്പൂറുകാർ അവരുടെ അവകാശം വിനിയോഗിച്ചിരിക്കുന്നു. അവർ വിധി എഴുതിയിരിക്കുന്നു. ഇനി ബൂത്തുകളിലുള്ളവരാണ്. ഇപ്പോൾ സാഹചര്യം? വലിയ ക്യൂ ബൂത്തുകളിലുണ്ടോ? പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ടോ? 23-ന് അറിയാം. തന്റെ സിനിമയിലെ അൻവർ
അരുണിലേക്ക് വരാം. അരുണും അനുമോദും ഒക്കെയുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമ്മൾ ഈ നിമിഷം പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപക്ഷെ പോളിംഗ് ശതമാനം താഴ്ന്നു പോകുമോ എന്നൊരു ആശങ്ക മുന്നണികളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുമ്പോൾ 70.76% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അത് ഒരു ഭേദപ്പെട്ട പോളിംഗ് ആണ്. ഇനിയും അവസാന ഫലം വരുമ്പോൾ ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ചുള്ള അവസാന നില എത്തുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ എന്താണ് സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത്, മുന്നണി നേതാക്കൾക്ക് പറയാനുള്ളത് എന്നത് നമുക്കറിയണം. അനുമോദ് വീണ്ടും ചേരുകയാണ്. വി അരുൺ വീണ്ടും ചേരുകയാണ്. അരുൺ, പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത് എന്താണ്? അരുൺ, എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ നീണ്ട ക്യൂ ഉണ്ടോ? ഈ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാഹചര്യം നിലമ്പൂരിലുണ്ടോ? രേണുക, ഞാനിപ്പോൾ ഉള്ളത് അമരമ്പലം പഞ്ചായത്തിലാണ്. ഇവിടെ GLP സ്കൂൾ കവളമുക്കട്ട ഈ സ്കൂളിലാണ് ഞാനുള്ളത്. ഇവിടെ പൂർണ്ണമായും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് അവസാനിച്ച് EVM മെഷീൻ സീലിംഗ് അടക്കമുള്ള നടപടികളിൽ കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് ലഭ്യമാക്കാനാണ് കഴിയുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണമാണ്. UDF നിലമ്പൂർ തിരിച്ചുപിടിച്ചിരിക്കുന്നു. ആര്യാടൻ്റെ നിലമ്പൂർ UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു എന്ന വലിയ ആത്മവിശ്വാസം നിറഞ്ഞ പ്രഖ്യാപനമാണ് ന്യൂസ് 18 അല്പസമയം മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് നടത്തിയത്. ചരിത്ര ഭൂരിപക്ഷം എത്ര എന്ന ചോദ്യത്തിന് ചരിത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നും അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു. അതായത് അത്രയധികം ആത്മവിശ്വാസമുണ്ട്, വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും, ആ ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. ചരിത്ര ഭൂരിപക്ഷത്തിലൂടെ നിലമ്പൂർ തിരിച്ചു പിടിക്കും, UDF പിടിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കലർന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തി. മാത്രമല്ല, രാവിലെ ഈ ആര്യാടൻ ഷൗക്കത്ത് നല്ല കഥാകാരനാണ്, നല്ല നടനാണ്, ഇനി കഥ എഴുതാൻ മദ്രാസിലേക്ക് പോകാം എന്ന് പറഞ്ഞ PV അൻവറുള്ള മറുപടിയും അല്പസമയം മുമ്പ് തന്നെ നമ്മോട് സംസാരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നൽകുന്നുണ്ടായി. ഞാൻ കഥാകാരനാണ്, കഥ എഴുതുന്നതിൽ അഭിമാനക്കുറവില്ല, പക്ഷേ ആരാണ് കഥ എഴുതാൻ പോകുന്നതെന്ന് 23-ന് ശേഷം അറിയാം. മാത്രമല്ല, തൻ്റെ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് അൻവർ എന്നായിരുന്നു. തീവ്രവാദത്തിന് വഴിയിലേക്ക് തിരിഞ്ഞ അൻവറിനെ പിന്നീട് ഭാര്യ മുദ്രാജ് ചെയ്ത കഥാപാത്രമാണ് ഈ അൻവർ, ഭാവന ചെയ്ത ഭാര്യ കഥാപാത്രം. ആ അൻവറിനെ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനായി മടക്കിക്കൊണ്ടുവരുന്നതാണ് കഥയുടെ ഇതിവൃത്തം. അങ്ങനെ PV അൻവറിന് വരാമെന്നൊരു പരോക്ഷ പരിഹാസം കൂടി അദ്ദേഹം നടത്തിയാണ് ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയത്. ഏതായാലും PV അൻവറിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി ഉണ്ടായത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നത് തന്നെയാണ്. നിലമ്പൂർ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന ആത്മവിശ്വാസം കലർന്ന, ഒരുപക്ഷെ ഈ വോട്ടെടുപ്പ് അവസാനിച്ച ഉടൻ അത്ര പെട്ടെന്നൊന്നും ഒരു സ്ഥാനാർത്ഥിയും ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിന് ധൈര്യപ്പെടില്ല. അത്രയധികം ആത്മവിശ്വാസം UDF സ്ഥാനാർത്ഥിക്കുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഇനി ജനമാണ് പറയേണ്ടത്. ഇനി വോട്ട് എണ്ണുമ്പോൾ അറിയാം ഈ ആത്മവിശ്വാസം എത്രത്തോളം വോട്ടെടുപ്പ് തുടങ്ങുന്ന ആ മണിക്കൂറുകളിൽ വലിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിച്ചിരുന്നു. വിജയപ്രതീക്ഷ തന്നെ എന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ച ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടെ നിലമ്പൂർ തിരിച്ചു പിടിക്കും എന്നത് ആര്യാടൻ ഷൗക്കത്ത് പറയുമ്പോൾ എന്താണ് M സ്വരാജിന്റെ പ്രതികരണം, LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം എന്നതുകൂടി നമുക്ക് അറിയണം. എനിക്ക് തോന്നുന്നത് MS അനീഷ് കുമാർ M സ്വരാജിനൊപ്പം ഇപ്പോൾ ഉണ്ട് എന്നാണ്. അനീഷ്, സ്വരാജ് പ്രതികരിച്ചോ അതോ ഉടൻ തന്നെ പ്രതികരിക്കുമോ? എന്താണ് പോളിംഗ് ശതമാനം? ഏറ്റവും ഒടുവിലത്തത് പുറത്തു വരുന്നു. മോശമില്ലാത്ത പോളിംഗ് നിലമ്പൂരിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഘട്ടത്തിൽ LDFന്റെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ സ്വരാജ് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഭിമാനകരമായ വിജയം ഉണ്ടാവും, അതിനുള്ള ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളാണ് ഇന്ന് മണ്ഡലത്തിലുടനീളം ലഭിച്ചത്. താൻ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പിനായി എത്തും ഈ നിമിഷം മുതൽ വലിയ സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതിന് ഉചിതമായ രീതിയിൽ തന്നെയുള്ള ഒരു വോട്ടെടുപ്പ് പോളിംഗ് ശതമാനം ഇന്ന് വർധനവുണ്ടായിരിക്കുന്നു. അത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ആത്മവിശ്വാസമാണ്. ഏതാണ്ട് 169 ബൂത്തുകളിൽ ഇതിനകം തന്നെ ഇന്ന് M സ്വരാജ് സന്ദർശനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി
പാർട്ടി തലത്തിലുള്ള കൂട്ടിക്കിഴിക്കലുകൾ ഇനിയുണ്ട്. അതിനായി അദ്ദേഹം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ പാർട്ടിയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ വോട്ടിംഗ് പാറ്റേണിൽ നിന്നും തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറയും. ഈ പോകുന്ന വഴിയിലൊക്കെ പ്രവർത്തകരെ കണ്ട് അദ്ദേഹം അവരോടൊക്കെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തും അവരെ ആലിംഗനം ചെയ്തുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. എന്തായാലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട്. തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് LDF ക്യാമ്പുള്ളത്. ഓരോ ദിനം കഴിയുന്തോറും തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഉചിതമായ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഇന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. രേണുക, എന്തായാലും വലിയ ആത്മവിശ്വാസം എം സ്വരാജും പ്രകടിപ്പിക്കുകയാണ്. അത് വെറുതെ പറയുന്നതല്ല, അവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങൾ പകർന്നു നൽകിയ ആത്മവിശ്വാസം എന്നതായിരുന്നു എം സ്വരാജ് രാവിലെ പറഞ്ഞത്. അതേ ആത്മവിശ്വാസം ഇപ്പോഴും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന ആത്മവിശ്വാസം ഈ പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം എം സ്വരാജ് പ്രകടിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രതികരണം PV അൻവറിൻ്റെതാണ്. അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴും മനസ്സ് തുറക്കുന്നില്ല നിലമ്പൂർ. ജനവിധി എഴുതിയിരിക്കുന്നു, പക്ഷേ ഒരു പ്രവചനം അസാധ്യമാക്കുന്ന നിലമ്പൂർ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ തിങ്കളാഴ്ച വരെ കാത്തിരുന്നേ മതിയാകൂ. 23-ന് വോട്ടെണ്ണൽ തുടങ്ങി. അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിലമ്പൂർ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 5 മണിവരെ ഉള്ള വിവരങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. 70.76% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം ആണ് 5 മണിവരെ ഉള്ളത്. ഇനി ഔദ്യോഗികമായി ഒരു അറിയിപ്പ്, പോളിംഗ് അപ്ഡേഷൻ ഉണ്ടാവുക അത് വോട്ടെടുപ്പ് പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷമായിരിക്കും എന്നാണ് അറിയുന്നത്. 5 മണിവരെയുള്ള കണക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൂടുതൽ ഉയർന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. 5% വരെയെങ്കിലും ഒക്കെയുള്ള മാറ്റം പ്രതീക്ഷിക്കുന്നു. 5 മണിവരെയുള്ള കണക്കാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് 70.76% എന്നതാണ്. വോട്ടെടുപ്പ് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും പല ബൂത്തുകളിലും ആളുകളുണ്ട്. അവർ വോട്ട് രേഖപ്പെടുത്തി കഴിയും വരെ അവിടെ എത്തിയ 6 മണിക്ക് മുമ്പ് എത്തിയവർക്ക് മുഴുവനും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഒരുക്കും. അതേസമയം ആളുകൾ ഇല്ലാത്തിടത്ത് മറ്റ് നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. നിലമ്പൂരിലെ ജനത വലിയ അതിതീവ്ര മഴയുടെ ദിവസങ്ങളായിരുന്നു പ്രചരണത്തിന്റെ സമയത്ത്. ഇന്ന് വലിയ രീതിയിലുള്ള മോശം കാലാവസ്ഥ ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും നിലമ്പൂരിലെ ജനതയെ പിന്നോട്ട് വലിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക്. അവിടെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിരിക്കുന്നു. വലിയ മോശമില്ലാത്ത രീതിയിലുള്ള പോളിംഗ് നടന്നിരിക്കുന്നു. നിലമ്പൂരിലെ ജനത ഇന്ന് വിധി എഴുതിയത് സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണോ അതോ ഭരണവിരുദ്ധ വികാരമാണോ അവർ പ്രകടിപ്പിച്ചത് എന്നറിയണമെങ്കിൽ നമുക്ക് 23 വരെ കാത്തിരിക്കേണ്ടി വരും. അൻവർ പറഞ്ഞത് നിലമ്പൂർ ജനത എങ്ങനെ ഉൾക്കൊണ്ടു എന്നതറിയണമെങ്കിൽ, അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നറിയണമെങ്കിൽ അതിനും 23 വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി പറഞ്ഞത് ഞങ്ങൾ വോട്ട് ഉയർത്താനല്ല ഇവിടെ മത്സരിച്ചത്, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിച്ചത് എന്നതാണ് NDA സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത്. എന്തായാലും 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസം, ജയപ്രതീക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നു. അതിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പോളിംഗ് സമയം അവസാനിച്ചതിന് ശേഷം പറഞ്ഞത് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി മണ്ഡലം UDF തിരിച്ചു പിടിക്കും എന്നതാണ്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, 70.76 എന്നത് 5 മണിവരെയുള്ള കണക്കാണ്. ഇതിൽ എത്ര മാറ്റമുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. വലിയ ക്യൂ ഇല്ല എങ്കിൽ പോലും മിക്കവരും എത്തി വോട്ട് രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ച് മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വലിയ ക്യൂ ഉണ്ടോ? വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു 75, കഴിഞ്ഞ തവണ 76 വരെ എത്തിയിരുന്നു. 75 വരെയെങ്കിലും ഇത്തവണ എത്താനുള്ള സാധ്യതയുണ്ടോ? ഈ 70 എന്നുള്ളത് ഒരുപക്ഷെ 71, 72 ഒക്കെ ആയി കാണും ഇപ്പോൾ തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച്. ബാക്കി ഈ നേരത്തെയുള്ള പോസ്റ്റൽ വോട്ട്, അതുപോലെ തന്നെ ഈ വീട്ടിൽ വോട്ട് ചെയ്ത വോട്ട്, അതെല്ലാം കണക്കാക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു 75-2-3% വർദ്ധിക്കാറുണ്ട്. അങ്ങനെ 75 വരെ, പരമാവധി 75 എത്തി നിൽക്കാൻ തന്നെയാണ് സാധ്യത. മുകളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയൊരു കുറവുണ്ടായേക്കാം, എങ്കിലും വലിയൊരു കുറവിലേക്ക് പോകാനിടയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാനാകുന്നത്, കണക്ക് കൂട്ടാനാകുന്നത്. അങ്ങനെയെങ്കിൽ 75%-നോടടുത്തോ അല്ലെങ്കിൽ 70%-ന് തൊട്ട് മുകളിലോ വരുന്ന
ഒരു പോളിംഗ് ശതമാനം ഉണ്ടായേക്കാം. അതുതന്നെയാണ് ഇപ്പോൾ കാര്യമായി ഒരിടത്തും ഒരു ക്യൂ ഇല്ല. ഏതാണ്ട് എല്ലായിടത്തും വോട്ടെടുപ്പ് അവസാനിച്ചു എന്നാണ് ഔദ്യോഗിക വിവരം. സ്ഥിരീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത്ര സ്ഥിരീകരണം വന്നിട്ടില്ല. വോട്ടെടുപ്പ് അവസാനിച്ചു സന്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അധികം ക്യൂ നമ്മൾ നേരത്തെ പാലക്കാടൊക്കെ കണ്ടതുപോലെ പാലക്കാടൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് രാത്രി 7:30 8 മണി വരെയൊക്കെ ഏതാണ്ട് 8 മണി വരെ പോയ ബൂത്തുകൾ വരെ പാലക്കാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുവിൽ ഇവിടെ പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ പഞ്ചായത്ത് കേന്ദ്ര മേഖലകളിൽ തിരക്ക് വളരെ കുറവായിരുന്നു. പരമാവധി വോട്ടർമാർ രാവിലെ ചെയ്ത് മടങ്ങിയിരിക്കണം. അതാണ് അതിന് കാരണം. PV അൻവർ മാധ്യമങ്ങളെ കാണുന്നു. അൻവർ എന്ത് പറയുന്നു എന്ന് നോക്കാം. പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. 70% മുകളിൽ പോളിംഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് വരുന്നത്. 73-74 ആവും എൻ്റെ അക്കോർഡിംഗ് ടു മൈ കാൽക്കുലേഷൻ. എങ്ങനെയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തെ കാണുന്നത്? അല്ല, എത്ര ഉയരുന്ന അത്രയും വോട്ട് സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി നൽകി എനിക്ക് കൂടും. അത് ഭൂരിപക്ഷത്തിൽ എഫക്റ്റ് ചെയ്യും. രാവിലെ 75,000 മുകളിൽ വോട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പൊ എന്താ? അല്ല, അതിലൊന്നും കുഴപ്പമില്ല. 75,000 മേലെ തന്നെ പിടിക്കും. ഒരു ഡൗട്ടും ഇല്ല. മാറ്റും. നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തെറ്റുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആണ്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറഞ്ഞു. ഞാൻ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുമ്പോൾ ആർക്കാ ഗുണം കിട്ടുക? അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ ജയിക്കുന്ന കാര്യമല്ല പറഞ്ഞു. ഓ, എല്ലാ പഞ്ചായത്തിലും പോയല്ലോ. വളരെ പോസിറ്റീവ്. മറ്റു മുന്നണികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പോളിംഗ് ബൂത്തോ പോളിംഗ് ഏജന്റുകളോ ഇല്ല അൻവറിന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള സംവിധാനം അൻവറിനില്ല. അത് വലിയ കാര്യമായിട്ട് വോട്ട് പിടിക്കില്ല എന്നാണ് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? പോളിംഗ് ഏജന്റ് ഉണ്ടായാൽ പോളിംഗ് ഏജന്റിന് അഡീഷണൽ വോട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? ആൾക്കാരെ അവിടെ ഇരിക്കാന്നല്ലാതെ. പിന്നെ ഞാനെന്താ പറഞ്ഞത്, എൻ്റെ പ്രവർത്തകരൊക്കെ വീട്ടിലാണ്. എല്ലാ വീട്ടിലും പ്രവർത്തകരുണ്ട്. ആ വീട്ടിലുള്ള പ്രവർത്തകരെ ഇവിടെ തലയിലേറ്റി കൊണ്ടുവരേണ്ട ഗതികേടൊന്നും ഇവിടുത്തെ ഈ ജനകീയ മുന്നേറ്റത്തിനില്ല. അതാണ് നിങ്ങൾ എന്താ പറയുക, പാരമ്പര്യ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മാത്രമാണ് നിങ്ങളെയൊക്കെ തലയിൽ. ഞാൻ അടിവരയിട്ട് ഇപ്പോഴും പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിൻ്റെ ധാരണ തിരുത്തുന്ന ഒരു പോളിംഗ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും. അത് എന്ന് പറയുന്നത് ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം. അല്ലാതെ ഒരു വേറെ വീരവാദമോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഇവിടെ തിരുത്തപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിലെ ഒരുപാട് വിദ്യാസമ്പന്നരും എന്താ പറയുക സാമൂഹിക പരിഷ്കർത്താക്കളും എല്ലാമായിട്ടുള്ള കുറേ തലമുറകൾ കഴിഞ്ഞു പോയി. ഇപ്പോഴും നല്ല കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇപ്പോഴും പൊതുജനം കഴുതിയാണ്. അത് മാനിപ്പുലേറ്റ് ചെയ്യാം. അതുപോലെ പാർട്ടി പ്രവർത്തകർ, ഏത് പ്രവർത്തകരാകട്ടെ, സജീവ പ്രവർത്തകർ, അവർ അടിമകളാണ്. നമ്മൾ തീരുമാനം എടുത്താൽ അത് നടപ്പിലാകും. അതുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നില്ല. അതിൽ മാറ്റം വരും. വരാനിരിക്കുന്ന രാഷ്ട്രീയത്തിൽ നിലമ്പൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നല്ല വ്യത്യാസം ഈ ലീഡർഷിപ്പിൽ ജനങ്ങളെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്തിപ്പെടും. ആ ഒരു വോട്ടിംഗ് ഇവിടെ ഉണ്ടാവും. 75,000 വോട്ട് കണക്ക് പറഞ്ഞിരുന്നു. പോളിംഗിന് 75,000 വോട്ട് പിടിക്കുമെന്നുള്ള കണക്ക് പോളിംഗിന് മുമ്പ് പറഞ്ഞിരുന്നു. അതേ ആത്മവിശ്വാസത്തിനും അതേ കണക്കിലും തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതിന് ആത്മവിശ്വാസം സത്യത്തിൽ എനിക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അതിലേക്ക് മേലേക്ക് പോകും. തോൽവി എന്ന് പറയുന്ന ഒരു സംഗതി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തോൽക്കുകയാണ്. ജനങ്ങൾ തോറ്റ ചരിത്രമില്ല. ഹിറ്റ്ലറും മുസോളിനിയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. ഇവിടെ ഹിറ്റ്ലറിസവും മുസോളിനിസവും തലയിൽ പേറുന്ന രണ്ട് ലീഡർഷിപ്പാണ് ഈ രണ്ട് മുന്നണിയെയും നയിക്കുന്നത്. അത് രണ്ട് മുന്നണിയിലെയും ജനങ്ങളത് കാണുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു നല്ല പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. അല്ല, അത് പറഞ്ഞോട്ടെന്ന്. അതിപ്പോൾ 2016 പറഞ്ഞു എല്ലാ സ്ഥാനാർത്ഥി. ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയോടെ പോയി ചോദിച്ചു, നിങ്ങൾ റിസൾട്ട് ആവും, ചിലപ്പോൾ ജയിക്കുമെന്ന് പറയും, അത്രയെങ്കിലും പറയും. അതെന്താവും നമുക്കറിയില്ലേ. അതിലൊന്നും ഒരു വസ്തുതയില്ല. അപ്പോൾ രണ്ടാം സ്ഥാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ കഴിയില്ല. 72, 73, 74 വരെ പോകാം. അതിലൊന്നും ഒരു വലിയ എന്താ പറയുക വാശിയും വീറും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് എത്രയായിരുന്നു പെർസെൻറ്റേജ് ഈ കഴിഞ്ഞ ഇലക്ഷൻ? 60. അപ്പോൾ അത് എത്ര വോട്ട് ചെയ്യുന്നോ. അപ്പോൾ നമ്മളൊരു ജനകീയ
സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്ക് ഈ പറയുന്ന ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പാണ് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉയർത്തിയ വിഷയം. അതവർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വോട്ടിൽ ജയിക്കും. അത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതൊക്കെ വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ? ഉദ്ദേശിച്ച പോലെ എല്ലായിടത്തും എത്തിച്ചേരാൻ. ഞാൻ 4ാമത്തെ തെരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഞാനിപ്പോൾ കാറിൽ വരുമ്പോൾ അത് പറയായിരുന്നു. 11-ൽ എറണാകുളം മത്സരിച്ചു, 14-ൽ വയനാട്ടിൽ പാർലമെൻറ്റിൽ മത്സരിച്ചു. അത് കഴിഞ്ഞ് ചേലക്കരയിൽ ഞാൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും ഇതേപോലെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് മത്സരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടൊരു വെല്ലുവിളിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നാടായതുകൊണ്ട് നമുക്ക് കുറേ എന്താ പറയുക ആളുകളെ ഇടപെടിക്കാൻ കഴിയുമല്ലോ. നാടല്ലാത്തടത്തും പോയി നമ്മൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതൊരു ഫൈറ്റിംഗ്. നമ്മളൊരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രതിസന്ധികളുണ്ടാവും, ഹഡിലുകളുണ്ടാവും, പലതും ഉണ്ടാവും. അതിന് മറികടന്ന് നമ്മൾ പോകണ്ടേ. എപ്പോഴല്ലേ ഫൈറ്റിംഗ് നടക്കുള്ളൂ. അത് പറയാൻ പറ്റില്ല. 75,000-ന് മുകളിൽ വോട്ട് നേടും, വിജയം ഉറപ്പ് എന്നത് PV അൻവർ ഇപ്പോഴും പറയുകയാണ്. ജനങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്തിരിക്കും, അവരുടെ കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്തിരിക്കും എന്നുകൂടി അവസാനം PV അൻവർ കൂട്ടിച്ചേർത്തു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് PV അൻവർ. ജയം ഉറപ്പ് എന്ന് ഇപ്പോഴും പറയുന്നു. പോളിംഗ് അവസാനിച്ചതിന് ശേഷവും സമാധാനപരമായാണ് നിലമ്പൂരിലെ ജനത വളരെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു തരത്തിലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പ് ദിനം കൂടിയാണ് കടന്നു പോകുന്നത്. മാന്യമായ ഭേദപ്പെട്ട നിലയിൽ നിലമ്പൂർ വിധി എഴുതിയിരിക്കുന്നു. വിധി അറിയാൻ 23 വരെ കാത്തിരിക്കണം. ഇന്ന് തെരഞ്ഞെടുപ്പ് പോളിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ മനസ്സിലുടക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളും നിലമ്പൂർ നമുക്ക് വേണ്ടി കാത്തുവച്ചിരുന്നു. ബൂത്ത് സന്ദർശനത്തിനിടെ സൗഹൃദം പങ്കുവെച്ച് M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും കെട്ടിപ്പിടിച്ചതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. പരസ്പരം ആശ്ലേഷിച്ച ഇരുവരും ആശംസകളും കൈമാറിയാണ് പിരിഞ്ഞത്. വീട്ടിക്കുന്ന് സ്കൂളിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. അതേസമയം മാനവേദൻ സ്കൂളിൽ വെച്ച് ഷൗക്കത്തും അൻവറും കണ്ടുമുട്ടി. ഇരുവരും ഹസ്തദാനം നടത്തിയെങ്കിലും ആശ്ലേഷിക്കാൻ അൻവർ തയ്യാറായില്ല. ധൃതരാഷ്ട്രാലിംഗനം ആകുമെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നൊരു സംശയം ഉണ്ടായിരുന്നു? അത് നേരത്തെ പറഞ്ഞൊരു നാടകം എന്നൊരു തോന്നലായിരുന്നു. എങ്ങനെ ഈ ആര്യാടനെ കണ്ടിട്ട് വലിയൊരു സൗഹൃദമൊന്നും പങ്കുവച്ചില്ല. സ്വരാജും ആര്യാടനും ഞാൻ അത്ര സൗഹൃദമേ ഉള്ളൂ. ഇല്ലാത്ത സൗഹൃദം എന്തിനാ പങ്കുവെക്കുന്നത്? അതൊരു അഭിനയം എന്ന് തോന്നി എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തോന്നിയോ താങ്കൾ? പുള്ളി നല്ല അഭിനേതാവും കഥ എഴുത്തുകാരനല്ലേ. അദ്ദേഹത്തിന്റെ ഭാവി ഈ വെറുതെ ഇതിലെ നടന്നിട്ട് നശിപ്പിക്കരുത്. അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം മാറ്റണം. കാരണം സിനിമാ പ്രൊഡക്ഷൻ അവിടെയാണ് കാര്യം, ചെന്നൈയില്. എന്നിട്ട് കഥ അദ്ദേഹം പറഞ്ഞ താങ്കൾ പക്ഷെ ഒരു എതിരാളിയല്ല, കാര്യം ഒരു സ്വതന്ത്ര അദ്ദേഹം കഥ എഴുതണം. മനസ്സിലായില്ലേ? നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുമല്ലോ. അത് എഴുതട്ടെ. എതിരാളി അല്ല ഇപ്പോൾ. അല്ല, എനിക്ക് ആരും എതിരില്ലല്ലോ. നമ്മൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം അൻവറിന്റെ പേര് പോലും പരാമർശിക്കാതെ ഒരുപാട് സ്വതന്ത്രർ വേറെയും ഉണ്ടല്ലോ എന്ന് പറയുകയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. അതിനുള്ള മറുപടിയാണ് PV അൻവർ നൽകിയത്. ഇതിനും കൂടി ചേർത്തുള്ള മറുപടി ആര്യാടൻ ഷൗക്കത്ത് അല്പം മുമ്പ് ന്യൂസ് 18 തന്നെ നടത്തുകയും ചെയ്തു. അതാണ് നേരത്തെ VV അരുൺ സൂചിപ്പിച്ചത്. ഇന്ന് നിലമ്പൂർ കാത്തിരുന്നത് 2 വോട്ടർമാർക്ക് വേണ്ടിയാണ്. VV പ്രകാശിന്റെ കുടുംബം അവസാനം ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത്. UDF ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഷൗക്കത്ത് വോട്ട് ചോദിക്കാൻ എത്താത്തതിൽ പരാതിയില്ലെന്നും VV പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ് പ്രതികരിച്ചു. തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. മരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത്. വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്. അതേസമയം VV പ്രകാശിന്റെ വീട്ടിൽ പോകുമോ എന്ന ചോദ്യത്തോട് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആര് വിചാരിച്ചാലും UDFൽ വിള്ളൽ വീഴ്ത്താൻ കഴിയില്ല എന്നായിരുന്നു പ്രതികരണം. ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞത്, എന്ത് ശ്രമിച്ചാലും UDFന്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല നിലമ്പൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFനെ പ്രതിരോധത്തിലാക്കിയത്
തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജനായിരുന്നുവെങ്കിൽ ഇന്ന് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കണ്ടതേയില്ല. ഇ.പി. ജയരാജനെ കുറിച്ച് ഒരു വിവരവുമില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ RSS സഹകരണ പരാമർശം തെരഞ്ഞെടുപ്പ് ദിവസവും വലിയ രീതിയിൽ UDF ചർച്ചയാക്കുകയായിരുന്നു. CPMന്റെ ആദ്യ ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയുടെ രാജി ഓർമ്മിപ്പിച്ചാണ് KC വേണുഗോപാൽ തുറന്ന കത്തെഴുതിയത്. CPM RSS ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ഇ.പി. പറഞ്ഞതുപോലുള്ള കാര്യമേ MV ഗോവിന്ദൻ പറഞ്ഞതെന്നുമായിരുന്നു ചെന്നിത്തല പറഞ്ഞത്. പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ കത്തിലെ തന്നെ ആദ്യ വാചകം അതിന്ന് പബ്ലിക് ഡൊമൈനിലുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ 77 മത്സരിച്ചത് ആരുടെ പിന്തുണയോടുകൂടിയായിരുന്നു? അതേ MLA കൂത്തുപറമ്പിൽ. അദ്വാനിയും വാജ്പേയിയും തന്നെയല്ലേ അന്ന് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരിൽ പ്രധാനികൾ. 75 അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു. 67 ബന്ധമുണ്ടായിരുന്നു. 89 ബന്ധമുണ്ടായിരുന്നു. 84 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട്. ഇ.പി. ജയരാജനെ എന്തുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? തെരഞ്ഞെടുപ്പിന് തലേ ദിവസം അദ്ദേഹം BJPയുടെ പ്രഭാരിയുമായി ചായ കുടിച്ച വാർത്ത പുറത്തു വന്നതാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഇപ്പോൾ ഇത് പറഞ്ഞ് MV ഗോവിന്ദൻ ഇത് പറഞ്ഞതോടുകൂടി അവർ തമ്മിൽ രണ്ടുപേരും ചെയ്ത ഒരേ തെറ്റല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് പോളിംഗ് ശതമാനം 72 കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 72% നിലമ്പൂരിലെ പോളിംഗ് എത്തിയിരിക്കുന്നു. നിലമ്പൂരിൽ എല്ലാ മേഖലയിലും രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടത് മികച്ച പോളിംഗ് ആണ്. കൊടും കാടിന് നടുവിലെ പോളിംഗ് ബൂത്തായ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ബൂത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടന്നു. ചോലനായ്ക്കർ ഉൾപ്പെടെ വോട്ട് ചെയ്യാനെത്തിയ ഏക ബൂത്തായിരുന്നു ഇത്. നിലമ്പൂരിൽ വനമേഖലയുള്ള നിരവധി പോളിംഗ് ബൂത്തുകളുണ്ട്. പക്ഷേ കൊടുങ്കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോളിംഗ് ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷന് ഉള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്ത് പൂർണ്ണമായും വനത്തിനുള്ളിലുള്ള ഒരു പോളിംഗ് ബൂത്താണ്. മാത്രവുമല്ല വനത്തിൽ താമസിക്കുന്ന ആളുകൾക്ക്, അതായത് ഉൾവനത്തിലെ ആദിവാസികൾക്കും ഗുഹാവാസികളായ ചോലനായ്ക്കർക്കും മാത്രമായുള്ള ഒരു ബൂത്ത് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നെടുങ്കയം പ്രകൃതി പഠന കേന്ദ്രത്തിലാണ് ഈ ബൂത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ബൂത്താണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ 255 പുരുഷ വോട്ടർമാരും 216 സ്ത്രീ വോട്ടർമാരും ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ 70%-ലേറെ പോളിംഗ് നടന്ന ഒരു ബൂത്ത് കൂടിയാണിത്. ഇവിടെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. പെരും മഴയാണ് കാട്ടിൽ. കുറേ ദിവസങ്ങളായി നമ്മൾ സംസാരിക്കുന്നവരൊക്കെ കഴിഞ്ഞ ദിവസവും ആന ഇറങ്ങിയ കാര്യങ്ങളുമൊക്കെ ആന ഓടിച്ച കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. റോഡരികെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ആന ഞങ്ങൾ ജീപ്പിന് പുറകെ ഓടി വന്നു. ആന ഇവിടെ വെച്ചായിരുന്നു ചേച്ചി അത് അവിടെ വെച്ചു ആന പറപ്പിച്ച് മിശിങ്കോരി തോന്നുന്നു ഇതോ പൂവത്തിന് ചോട്ടിൽ നിന്ന് ആനാണ് ഓടി വന്നു ജീപ്പിന് പുറകെ. ഓടി വന്ന് രക്ഷപ്പെട്ടല്ലേ? ആ അങ്ങനെ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തു. കാണിക്കുന്നു, കൈ ഒന്ന് കാണിക്കുന്നു. ആന ഓടിക്കാൻ വന്നാലും പേടിക്കാൻ വന്ന് വോട്ട് ചെയ്തിട്ട് പോവുക. ആന കണ്ട് പേടിച്ചിട്ടുണ്ട്. ആന ജീപ്പിന് പുറകെയാണ് ഓടി വന്നത്. നിങ്ങൾ വണ്ടിയിലാണ് ഓടിച്ചല്ലേ? ആന പേടിച്ചോ? പേടിക്കാതെ ആനയാണ്. എപ്പോഴും ശല്യം ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെയൊക്കെ വരുമ്പോ പേടിയാണ്. തണ്ടർബോൾട്ട് സേന ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടു പിന്നിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട്, കരിമ്പുഴ. മനോഹരമായ ഒരു ഭൂപ്രദേശമെന്ന് പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലുള്ളവർക്ക് തോന്നുമെങ്കിലും ഇവിടുത്തെ ജീവിതം വളരെ ദയനീയമാണ്. അവർ വളരെ കൃത്യമായി വിവരിക്കുന്നുമുണ്ട്. PV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും നിലമ്പൂർ ജനത വിധി എഴുതിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് 72% വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴ. വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ദിവസം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് ശശി തരൂരാണ്. പ്രചാരണത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ ശശി തരൂരിന് എന്നാണ് തരൂർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതേസമയം തരൂരിന് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നു. താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു എന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസും UDFും ജീവൻ മരണ പോരാട്ടമായി കാണുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ശശി തരൂരിനെ കണ്ടില്ല. നേതാക്കൾ ഒന്നടങ്കം നിലമ്പൂരിലേക്ക് വണ്ടി കയറിയിട്ടും പ്രചാരണ രംഗത്തെ തരൂരിന്റെ അസാന്നിധ്യം പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായിരുന്നു. നിലമ്പൂരിലെ അസാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ: ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 16 ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന ശേഷം കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും വിദേശത്തിലുമായിരുന്നു, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഡൽഹിയിലുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നെത്തി. വോട്ടിംഗ് ദിനം ഇന്നലെ രാത്രി എത്തി. ചിലത് പറയാനുണ്ടെന്നും വോട്ടെടുപ്പ് കഴിയട്ടെ എന്നും പറയുന്നതിലൂടെ തന്റെ അതൃപ്തി തുറന്നു പ്രകടിപ്പിക്കുകയാണ് തരൂർ. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ തരൂരിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. എംപിക്ക് മറുപടിയായി താരപ്രചാരകരുടെ കൂട്ടത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. പട്ടികയിൽ 8ാമതായാണ് തരൂരിന്റെ പേരുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ പോര് കടുക്കുന്നു. ഗവർണർ പങ്കെടുത്ത രാജ്ഭവനിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിനെ ആദരിക്കുന്ന പരിപാടിയിൽ നിന്ന് എതിർപ്പറിയിച്ച് മന്ത്രി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഭരണഘടനയ്ക്കപ്പുറം മറ്റൊരു സങ്കല്പത്തെയും അംഗീകരിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വിഷയത്തിൽ ഗവർണർക്കെതിരെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്ത് വന്നു. ഔദ്യോഗിക പരിപാടികളിൽ വിവാദ ഭാരതാംബ ചിത്രം വെക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് രാജ്ഭവനിലെ ചടങ്ങ് മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചത്. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജപുരസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയത്.
രാജ്ഭവൻ നൽകിയ കാര്യപരിപാടികളിൽ ഭദ്രദീപം കൊളുത്തുമെന്ന് മാത്രമായിരുന്നു അറിയിപ്പ്. എന്നാൽ വേദിയിൽ ഭാരതാംബ ചിത്രം കണ്ടതോടെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി എതിർപ്പറിയിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. രാഷ്ട്രസങ്കല്പത്തിനപ്പുറം മറ്റൊരു സങ്കല്പത്തെയും അംഗീകരിക്കാനാവില്ലെന്ന് പുറത്തിറങ്ങിയ ശേഷം മന്ത്രി വി ശിവൻകുട്ടി, രാജ്ഭവനും കേരള ഗവൺമെന്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ്. ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല. അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും അത് ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ പടമോ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇത് ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വന്നിരിക്കുന്ന കുട്ടികളിൽ RSSന്റെ കാര്യം കടത്തിവിടുക എന്നുള്ളതാണ് ലക്ഷ്യം. പരിസ്ഥിതി ദിനത്തിൽ മന്ത്രി പി പ്രസാദും ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. അതേസമയം മന്ത്രിമാരുടെ നിലപാടിന് ഒപ്പം നിൽക്കുന്നതായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണവും. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകഞ്ഞതോടെ ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും സജീവമാകുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്ഭവനിലുണ്ടായ സംഭവം ലജ്ജാകരമെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിന്നയാണ് വി ശിവൻകുട്ടി കാട്ടിയത്. ദേശീയഗാനത്തെയും ഭാരതാംബയെയും തള്ളിപ്പറഞ്ഞു. ഒരു തലമുറയെ വഴിതെറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രി സംസാരിച്ചത്. രാജ്ഭവനിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണെന്നും കുമ്മനം പറഞ്ഞു. രാജ്ഭവനിൽ വെച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കനക്കുന്നു. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർത്തെന്നും ഹെവി വാട്ടർ ന്യൂക്ലിയർ റിയാക്ടർ ആക്രമിച്ചെന്നും ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ സൊറോക്ക മെഡിക്കൽ സെന്റർ ഭാഗികമായി തകർന്നു. അതിനിടെ പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും വിവരമുണ്ട്. കീഴടങ്ങില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വ്യോമസേന ജെറ്റുകളുടെ ആക്രമണത്തിൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം തകർന്നെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇതിനു പുറമെ കറാച്ചിയിലും പായം വിമാനത്താവളത്തിലുമടക്കം ഇറാന്റെ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി രാത്രിയിലും ഇറാന്റെ മിസൈൽ ആക്രമണവും തുടർന്നു. ഹൈഫയിലേക്കും ടെൽ അവീവിലേക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തു. അതേസമയം US-ഉമായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാൻ തള്ളി. വൈറ്റ് ഹൌസിലേക്ക് മീറ്റിംഗിന് വരാമെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഭീഷണിയുടെ സ്വരത്തിൽ സംഭാഷണത്തിനും സമാധാന ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കി. എന്നാൽ ഇറാൻ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ചർച്ച നടത്തും. അതിനിടെ സംഘർഷത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള റഷ്യയുടെ സന്നദ്ധത തള്ളിയ US പ്രസിഡന്റ് ആദ്യം യുക്രൈൻ പ്രശ്നം പരിഹരിക്കുമെന്നും മറുപടി നൽകി. അതേസമയം പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈന്യത്തെ അയക്കുന്നതായും പടയൊരുക്കം ശക്തിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. US-ന്റെ ഒരു യുദ്ധക്കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. US-ന്റെ 3 യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട്. സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ UN രക്ഷാസമിതി നാളെ അടിയന്തര യോഗം ചേരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇറാനെതിരായ സൈനിക നടപടിയിൽ ഇസ്രയേലിനൊപ്പം ചേരാനുള്ള അമേരിക്കൻ നീക്കത്തിൽ മുന്നറിയിപ്പുമായി റഷ്യ. സൈനിക നടപടിക്ക് അമേരിക്ക മുതിർന്നാൽ പ്രവചനാതീതമാകും സാഹചര്യങ്ങൾ എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മറിയ സഖാറോവ പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രംഗത്തു വന്നു. ഇസ്രയേലിലെ 4 നഗരങ്ങളിൽ ഇറാൻ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ കടുത്ത മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. കിരൺ, അമേരിക്ക ഏതാണ്ട് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നു എന്ന വിവരം വരുമ്പോഴാണ് റഷ്യയുടെ മുന്നറിയിപ്പ് വരുന്നത്. എന്താണ് സാഹചര്യം?
കഴിഞ്ഞ ദിവസം ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളികളാവുമോ എന്നുള്ള ചോദ്യത്തിന് അതിൽ പങ്കാളിയായേക്കാം ആകാതിരുന്നേക്കാം എന്നുള്ള മട്ടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണം വരുന്നത്. അങ്ങനെ ഒരു സൈനിക നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നത് വാഷിംഗ്ടണിന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നതായി അമേരിക്കൻ വിദേശകാര്യ വക്താവ് മരിയ സഖരോവ പറഞ്ഞു. പ്രവചനാതീതവും അപകടകരവുമായ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാവും എന്നതുകൂടി പറയുന്നു. റഷ്യ ഇതിന് പ്രധാന കാരണമായി പറയുന്നത് ഇറാനിലെ ബുഷഹർ ആണവ നിലയം. ഈ ആണവ നിലയത്തിൽ റഷ്യൻ ആണവ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. റഷ്യൻ വിദഗ്ധരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ആണവ നിലയത്തിനു നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണം യുഎൻ ആണവ നിരീക്ഷണ സമിതി തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. എവിടെയാണ് പ്രകൃതി സ്നേഹികൾ, എവിടെ യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഉദ്ദേശിച്ചുകൊണ്ട് ആണവ നിലയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ആണവ നിലയത്തിൽ നിന്ന് അണുവികരണം ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ വളരെ ദൂരെയാണ് എന്ന് കരുതരുത്. അങ്ങനെയാണെങ്കിൽ പണ്ട് ജപ്പാനിലുണ്ടായ സംഭവം, ടോക്കിയോയിലുണ്ടായ സംഭവം അടക്കം നിങ്ങളുടെ ഓർമ്മയിൽ വേണം എന്നതുകൂടി റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ റഷ്യക്കാർ പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ശക്തമായ രീതിയിൽ റഷ്യ ഇടപെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. എന്നാൽ ഇതിനിടെ ഇറാനു നേരെ ഇസ്രയേലും മറ്റൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനിയെ ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അയത്തുല്ല ഖമേനിയെ ഇല്ലാതെയാക്കും എന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കേഴ്സ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും അതുതന്നെയാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഒരു ഭാഗത്തു നിന്ന് യുദ്ധം കടുപ്പിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ അമേരിക്ക കൂടി ഇസ്രായേലിനൊപ്പം പങ്കാളികളാവും എന്നുള്ള വാർത്ത വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ കൂടി ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യം കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളും UAE അടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊന്നും വിജയിച്ചില്ല. UAEയുടെ ഭരണാധികാരിയുമായി റഷ്യ ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അമേരിക്ക അങ്ങനെ ഒരു നേരിട്ടുള്ള നീക്കത്തിലേക്ക് പോയാൽ റഷ്യ കൂടി ഇതിൽ യുദ്ധത്തിൽ പങ്കാളികളാവും എന്നുള്ള ഒരു സൂചന കൂടിയാണ് റഷ്യ ഇപ്പോൾ നൽകുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ ദൗത്യം ഓപ്പറേഷൻ സിന്ധു തുടരുന്നു. 110 പേരടങ്ങുന്ന ആദ്യ സംഘം ഇന്ന് പുലർച്ചെ ഡൽഹിയിലെത്തി. ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിലാണ് വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെത്തിയ ആദ്യ സംഘത്തിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. 20 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇറാനിൽ നിന്ന് സുരക്ഷിതമായി അതിർത്തിയിലൂടെ ആദ്യം അർമേനിയയിലേക്ക്, അവിടുന്ന് പ്രത്യേക വിമാനത്തിൽ പിന്നീട് ഡൽഹിയിലെത്തിച്ചു. സംഘർഷ സാഹചര്യം മാറി തിരികെ മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. रोज बरोज जो है हालात जो है बिगड़ते जा रहे हैं. पहले तो स्टार्ट जो वेरी स्लो था, लेकिन अब जो है वो बहुत हालात खराब होते जा रहे हैं. मोस्टली जो तेहरान में है, जो कैपिटल है, वहाँ पे बहुत ज़्यादा हालात खराब है. वहाँ से जो है सबको निकाला जा रहा है. इंडियन स्टूडेंट जो हैं वो सारे वहाँ से निकल रहे हैं और बाकी यूनिवर्सिटी में जो भी बच्चे थे वो निकल रहे हैं. ഭാവി സംബന്ധിച്ച ആശങ്കയും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. They are doing very good job. They evacuated all the students from all the university. Now they are taking them to the safe place. After they will reach there, from there they will evacuate them to the India. तो रूट क्या रहा, कैसे आया, अगर उसके आप पूरा प्रोसेस बता सकें. रूट हमारा उर्मिया से पहले अर्मेनिस्तान आए बाय बस. Then after that we stayed there for around 4-5 hours. There was a process on the border. After that we had a flight from Armenistan to Qatar, and from Qatar we are here now. Thank you very much. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വരുന്ന മണിക്കൂറിൽ കൂടുതൽ വിദ്യാർത്ഥികളെ മടക്കിയെത്തിക്കാനാണ് നീക്കം. 6000-ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്. ഇതിൽ 600-ഓളം പേരെ ക്വാമിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. സംഘർഷം രൂക്ഷമായാൽ ഇറാനിൽ നിന്ന് മാത്രം 10,000-ലധികം പേരെ ഒഴിപ്പിക്കേണ്ടി വരും. ഒഴിപ്പിക്കലിന് തുർക്കിമിനിസ്ഥാന്റെയും അസർബൈജാന്റെയും പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ഇസ്രായേലിൽ നിന്ന് 25,000-ഓളം ഇന്ത്യക്കാരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇതിനായി ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഹിന്ദി ഭാഷാവാദമുയർത്തി അമിത്ഷാ. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ ലജ്ജിക്കുന്ന ഒരു സമൂഹം വിദൂരമല്ലെന്നാണ് അമിത്ഷാ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മാറ്റം സാധ്യമാക്കാൻ കഴിയൂ. ഇന്ത്യയുടെ സംസ്കാരത്തെ മനസ്സിലാക്കി തരാൻ വിദേശ ഭാഷയ്ക്ക് കഴിയില്ലെന്നും അമിത്ഷാ പറഞ്ഞു. मेरी बात ध्यान से सुनना. हम सबके जीवन में, इस देश में
अंग्रेजी बोलने वालों को शर्म आएगी। ऐसा समाज का निर्माण अब दूर नहीं। चीजों को वो ही कर पाते हैं जो करने की ठान लेते हैं। ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് വാർത്തകൾ തുടരുമ്പോൾ, പോളിംഗ് കഴിയുമ്പോൾ മികച്ച വിജയപ്രതീക്ഷയെന്ന് എം സ്വരാജ് പ്രതികരിച്ചിരിക്കുന്നു. ഇടതുമുന്നണിക്ക് ശക്തമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസവും സ്വരാജ് പങ്കുവച്ചു. പ്രതികരണത്തിലേക്ക്. വളരെ പ്രതീക്ഷാനിർഭരമായ അനുഭവമാണ് എല്ലായിടത്തുനിന്നും. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെല്ലാം ആളുകൾ പ്രകടിപ്പിച്ച ഒരു ഐക്യദാർഢ്യം തന്നെയാണ് ബൂത്ത് പരിസരത്ത് നിന്ന് കാണുന്ന ആളുകളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇവിടെ മികച്ച നിലയിൽ ഇടതുപക്ഷം വിജയിക്കും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിലും ഞങ്ങൾക്കുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയോടുകൂടിയായിരിക്കും മണ്ഡലത്തിലെ കൃത്യമായ ഒരു ശതമാന കണക്ക് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷവുമായിട്ട് ആളുകൾ താരതമ്യം ചെയ്തിട്ടും മറ്റും വിശകലനങ്ങൾ ഉണ്ടാവും. എന്നാൽ അത്തരം വിശകലനങ്ങൾക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. ഓരോ തെരഞ്ഞെടുപ്പും പുതിയൊരു തെരഞ്ഞെടുപ്പാണ്. അതത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. ഞാൻ പൊതുവെ തെരഞ്ഞെടുപ്പിനെ അങ്ങനെയാണ് കാണാറ്. ശതമാന കണക്ക് വെച്ച് കൂട്ടുന്ന ഒരാളല്ല ഞാൻ.
പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെതിരെ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് നടപടിക്കെതിരെ മൂത്ത മകൾ ഉണ്ണിമായ രംഗത്ത്. ക്ഷേത്രം തന്ത്രിയുടെ സഹോദരനും മകൾക്കും ഉണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കേസിലേക്ക് എത്താൻ കാരണമെന്നും സംഭവത്തിൽ ഉണ്ണി ദാമോദരൻ നിരപരാധിയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ ബംഗളൂരു പോലീസ് 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും അവർ കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്ത്രിയെ കൂടി പ്രതി ചേർത്ത ബാംഗ്ലൂർ പോലീസ് നടപടിക്കെതിരെ മൂത്തമകൾ ഉണ്ണിമായ രംഗത്തെത്തി. തന്ത്രിയുടെ സഹോദരന്റെ മക്കളാണ് പീഡന പരാതിക്ക് പിന്നിലെന്ന് ഇവർ ആരോപിക്കുന്നു. ഇതിൽ ഒരാളുടെ പെൺ സുഹൃത്താണ് പരാതിക്കാരിയെന്നും അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കുകയായിരുന്നുവെന്നും ആരോപണം. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട്. അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പിൽ. കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം. കർണാടകയിലെ യുവതി പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയെന്ന് പറയുന്ന ദിവസം യുവതിയും മറ്റ് 3 സ്ത്രീകളും വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ്. അച്ഛന്റെ സഹോദരങ്ങൾ ക്ഷേത്രഭരണം നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയിരുന്നു. കൂടാതെ അച്ഛനെ വധിക്കുന്നതടക്കമുള്ള ശ്രമങ്ങൾക്ക് പദ്ധതിയിടുകയും ചെയ്തു. ഭണ്ഡാരവും ക്ഷേത്രവകകളും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിൽ ഇവർക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ 101ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻറ്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിൻ്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അച്ചാച്ചൻ ഇത് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിനും ജനങ്ങൾക്കും കൂടി അതൊരു ഉപകാരപ്പെടണം. ക്ഷേത്രത്തിൻ്റെ ധനം കൊണ്ട് മൂർത്തിക്കല്ല, അതിൻ്റെ ഉപകാരം ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. കേസിനെ തുടർന്ന് പിതാവ് എവിടെയാണെന്നറിയില്ല. ഇക്കാര്യം കാട്ടി അമ്മ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് പൂജ നടത്താനെത്തിയ കർണാടക സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ തന്ത്രിയുടെ മരുമകൻ അരുണിനെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്ന് തന്ത്രി ഉണ്ണി ദാമോദരൻ ഒളിവിൽ പോയെന്നും തന്ത്രിക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ സുഹൃത്തുമായി സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന് പിന്നാലെ യുവതി ജീവനൊടുക്കി. പരസ്യ വിചാരണയിൽ മനം നൊന്താണ് ആത്മഹത്യ. സംഭവത്തിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിലായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കായലോട് സ്വദേശിനി റസീനയാണ് ജീവനൊടുക്കിയത്. 21-കാരനായ യുവാവുമായി കാറിന് സമീപം സംസാരിച്ചു നിന്നതാണ് SDPI പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. ഇരുവരെയും ചോദ്യം ചെയ്ത സംഘം പരസ്യവിചാരണ നടത്തുകയായിരുന്നു. പിന്നാലെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി റസീനയെ പറഞ്ഞുവിട്ടു. അപമാനഭാരത്താൽ റസീന ജീവനൊടുക്കി. ഇത് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. പ്രതികളുടെ പേരും കുറിപ്പിലുണ്ടായിരുന്നു. സുഹൃത്തായ യുവാവിനെ പ്രതികൾ സമീപത്തെ മൈതാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി 5 മണിക്കൂർ പരസ്യവിചാരണ നടത്തി. മൊബൈലും ടാബും കൈക്കലാക്കി. സോഷ്യൽ മീഡിയ അക്കൗണ്ട് അടക്കം പരിശോധിച്ചു. പിന്നീട് പറമ്പായി SDPI ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയും ചോദ്യം ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷമാണ് യുവാവിനെ വിട്ടയച്ചത്. സംഭവം വിവാദമായതോടെയാണ് പ്രതികളെ പിടികൂടിയത്. SDPI പ്രവർത്തകരായ റിസ്വാൻ, മുബഷീർ, ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 കണ്ണൂർ. എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാർ. ഡാറ്റ വീണ്ടെടുക്കാൻ അമേരിക്കയിലേക്ക് പരിശോധനയ്ക്ക് അയക്കാനാണ് ആലോചന. കേന്ദ്ര സർക്കാരാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്ക് ബ്ലാക്ക് ബോക്സ് അയച്ചേക്കുമെന്നാണ് സൂചന. പൂവച്ചൽ ഖാദർ ദൃശ്യമാധ്യമ പുരസ്കാരം ന്യൂസ് 18 മികച്ച പ്രോഗ്രാം അവതാരകയ്ക്കുള്ള പുരസ്കാരം ന്യൂസ് 3 അവതാരക അശ്വതി KS ലഭിച്ചു. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.